2024 കഴിയാൻ വളരെ കുറഞ്ഞ സമയങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ ഒരു സമയത്ത് 2025 പ്ലാനിങ്ങുകളൊക്കെ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, പുതിയ ശീലങ്ങൾ 2025 തുടങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എപ്പോഴും കേൾക്കുന്ന ചില ശീലങ്ങൾ ഉണ്ടല്ലോ. നേരത്തെ എഴുന്നേൽക്കണം, നേരത്തെ കിടന്നുറങ്ങണം, നന്നായിട്ട് എക്സസൈസ് ചെയ്യണം, ഭക്ഷണം നന്നായിട്ട് കഴിക്കണം. അങ്ങനെ നമ്മൾ സ്ഥിരം കേൾക്കുന്ന ശീലങ്ങളല്ലാതെ പുതിയ ചില ശീലങ്ങൾ, അധികം പറഞ്ഞു കേൾക്കാത്ത ഈ 5 ശീലങ്ങൾ നിങ്ങളുടെ 2025 നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതം ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ അധികം ആരും പറയാത്ത ആ 5 ശീലങ്ങൾ 2025 ഭാഗമാക്കാനായിട്ട് ഈ വീഡിയോ മുഴുവനുമായിട്ട് കാണാം. ഞാൻ അപർണ വിവേക് കുമാർ. എല്ലാവർക്കും ലേഡീസ് നോട്ട് പാഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതാണ് ഒന്നാമത്തെ ശീലം. നമ്മുടെ ഈ സ്മാർട്ട് ഫോണുമായിട്ട് ബന്ധമുള്ളതാണ്. നമ്മൾ പലപ്പോഴും എന്തെങ്കിലും കാര്യമായിട്ട് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് വരുന്നത്. ഈ നോട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ അധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമൊന്നും ആയിരിക്കില്ല കേട്ടോ. റീചാർജ് പാക്കേജ്, അതിൻ്റെ ഇൻഫർമേഷനോ അങ്ങനെ നമുക്ക് അധികം അത്യാവശ്യമില്ലാത്ത എന്തെങ്കിലും കാര്യമായിരിക്കും. പക്ഷേ ഈ മെസ്സേജിൻ്റെ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് ആ ഒരു നോട്ടിഫിക്കേഷൻ സൗണ്ട് കേൾക്കുന്നതോടുകൂടി നമ്മുടെ കാര്യം മുഴുവൻ തരികിടയായിരിക്കും. പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമൊക്കെ അവസാനിപ്പിച്ച് ഈ നോട്ടിഫിക്കേഷൻ എന്തായിരുന്നു, എന്താ നമ്മുടെ ഫോണിലേക്ക് വന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ ഫോൺ എടുത്ത് നോക്കുകയും പിന്നെ നമ്മൾ മെസ്സേജസ് നിന്ന് ഫേസ്ബുക്കിലേക്ക് പോവും, യൂട്യൂബിലേക്ക് പോവും, ഇൻസ്റ്റഗ്രാമിലേക്ക് പോവും, വാട്സാപ്പിലേക്ക് പോവും. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ ഭൂരിഭാഗം സമയവും നമ്മൾ വേസ്റ്റ് ചെയ്യുന്നത് നമ്മുടെ ഈ ഫോണിൽ നമ്മൾ സ്ക്രോൾ ചെയ്തുകൊണ്ടിരുന്നിട്ടാണ്. ആവശ്യമില്ലാതെ നമ്മളിങ്ങനെ ഫോൺ എടുത്ത് നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മുഴുവൻ ഈ ഫോണിലേക്ക് പോകും. പിന്നെ നമ്മളിങ്ങനെ ഒന്നിനോടൊന്ന് കഴിഞ്ഞ് നമ്മളിങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒന്നാമത്തെ ശീലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോപ്പ് മൈൻഡ്ലെസ് സ്ക്രോളിങ്. പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് നമുക്ക് ഡിസ്ട്രാക്ഷൻസ് വന്നതിന് ശേഷം നമ്മൾ പിന്നീട് നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടെങ്കിൽ മിനിമം ഒരു 25 മിനിറ്റ്സ് എങ്കിലും വേണ്ടി വരുന്നതാണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മൾ ആവശ്യമില്ലാതെ ഇങ്ങനെ എന്തോരം സമയം നമ്മൾ വേസ്റ്റ് ചെയ്ത് കളയുന്നത്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അതിനൊരു കൺട്രോൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാം. കൺട്രോൾ കൊണ്ടുവരാൻ ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻസ് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വെക്കാം. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ചെയ്യാനിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഫോൺ വേണമെങ്കിൽ എയ്റോപ്ലെയിൻ മോഡിലേക്ക് ഇടാം. ജോലികൾ ചെയ്യുന്ന സമയത്ത് മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത്, ആവശ്യമില്ലാതെ നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ഫോണിൽ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ശീലം നമ്മൾ ഒഴിവാക്കുക. ഇപ്പൊ കൂടുതലായിട്ട് ഞാൻ ഒബ്സർവ് ചെയ്യുന്ന ഒരു കാര്യം, നമുക്ക് കുറച്ചു നേരം വെയിറ്റ് ചെയ്തിരിക്കേണ്ട സമയങ്ങളുണ്ടല്ലോ. ഹോസ്പിറ്റലിൽ ഇപ്പോൾ ഡോക്ടറുടെ അപ്പോയിന്റ്മെന്റ് എടുത്തിട്ടാണെങ്കിൽ അതിൽ നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണെങ്കിലൊക്കെ ആ വെയിറ്റിംഗ് ഏരിയയിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരും ഫോണിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അവരെന്തെങ്കിലും കാര്യങ്ങൾ ഇങ്ങനെ കൺസ്യൂം ചെയ്തുകൊണ്ടേ ഇരിക്കുകയായിരിക്കും. അപ്പോൾ ആവശ്യമില്ലാതെ കൂടുതൽ സമയം ഫോണിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കാം. നമുക്ക് ഫോണിൽ സെറ്റിങ്സ് ഉണ്ടല്ലോ, നമ്മൾ ഒരു ദിവസം എത്ര സമയം നമ്മൾ ഫോണിൽ സ്പെൻഡ് ചെയ്തു എന്നറിയാനായിട്ട് അതും നമുക്ക് അറിയാനുള്ള സെറ്റിങ്സ് നമ്മുടെ ഫോണിലുണ്ട്. ഏതൊരു ആപ്പിലാണ് നമ്മൾ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തതെന്ന് നോക്കുക, അതിനൊരു നിയന്ത്രണം കൊണ്ടുവരാനായിട്ട് നോക്കാം. അപ്പോൾ 2025 ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സ്റ്റോപ്പ് മൈൻഡ്ലെസ് സ്ക്രോളിംഗ്. രണ്ടാമതായിട്ട് നമുക്ക് നമ്മുടെ 2025 കൊണ്ടുവരാവുന്ന ഒരു ശീലം, കമ്പയർ ഓൺലി വിത്ത് യുവർ സെൽഫ്. ഒരിക്കലും നമ്മൾ മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്യാതെ നമ്മളെ എപ്പോഴും നമ്മളായിട്ട് കമ്പയർ ചെയ്യുക. നമ്മളായിട്ട് നമുക്ക് എങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുന്നതായിരിക്കും ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചത്. ഇപ്പോൾ ഈ അടുത്ത കാലത്ത് ഞാൻ ഒബ്സർവ് ചെയ്ത വേറൊരു കാര്യമാണ്, നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൊക്കെ വരുന്ന പല വീഡിയോസിന്റെയും താഴെ വന്നിട്ട് ചില ആളുകൾ കമന്റ് ചെയ്യും, എനിക്ക് ഇതുപോലൊരു ലൈഫ് കിട്ടിയില്ലല്ലോ, അല്ലെങ്കിൽ അവരെന്ത് ഹാപ്പി ആയിട്ടാ ജീവിക്കണേ. നമ്മുടെ ലൈഫും അവരുടെ ലൈഫുമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് തുടങ്ങും. എപ്പോഴും ശ്രദ്ധിക്കുക, നമ്മൾ നമ്മുടെ ലൈഫായിട്ട് വേണം നമ്മളെ കമ്പയർ ചെയ്യാനായിട്ട്. നമ്മുടെ ലൈഫ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത്, ഇപ്പോൾ ഒരു 2 കൊല്ലം മുമ്പ് നമ്മൾ എങ്ങനെയായിരുന്നു, നമ്മുടെ ലൈഫ് എങ്ങനെയായിരുന്നു, അതിൽ നിന്ന് നമുക്ക് എത്രത്തോളം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടായി ഈ ഒരു കൊല്ലം എന്ന് നമ്മൾ ആലോചിക്കുക. അപ്പോഴാണ് നമുക്ക് നമ്മുടെ പേഴ്സണൽ ഗ്രോത്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്ന ആളുകളുമായിട്ട് നമ്മളെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം എന്താണെന്നറിയോ, എത്രയായാലും സോഷ്യൽ മീഡിയയിൽ ഓരോ ആളുകൾ പോസ്റ്റ് ചെയ്യുന്നത് അവരുടെ ജീവിതത്തിന്റെ നല്ല വശങ്ങൾ മാത്രമായിരിക്കും. നമ്മളിപ്പോൾ ഒരു 10 ഫോട്ടോ എടുത്തു, അതിൽ നമ്മൾ എത്ര ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ മറ്റൊരാളെ കാണിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് എപ്പോഴും അതിലെ ഏറ്റവും നല്ല വേർഷനായി. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ കാണുന്ന ആളുകൾ എല്ലാവരും. ഇന്നത്തെ കാലത്ത് എല്ലാ ആൾക്കാരും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് മൂന്നാമതൊരാളെ കാണിക്കാനാണെന്ന് എനിക്ക് തോന്നാറുണ്ട്.
ഇപ്പൊ നമ്മളൊരു സ്ഥലത്ത് പോയി അവിടെ എടുക്കുന്ന ഫോട്ടോസ്, അവിടുത്തെ മൊമെന്റ്സ് ഒക്കെ അപ്പൊ നമുക്ക് സ്റ്റാറ്റസ് ആയിട്ടിട്ട് മറ്റൊരാളെ കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഭയങ്കര വിഷമാണ്. ഇതിനൊക്കെ കാരണം ഇതാണ്, അവരെ പോലെ തന്നെയാണ് നമ്മളും ജീവിക്കണതെന്ന് മറ്റൊരാളെ നമ്മൾ അറിയിക്കുക. ഈ അടുത്ത കാലത്ത് തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്, എല്ലാവരും നമ്മൾ കാണുന്നതല്ല അവരുടെ ജീവിതം എന്നുള്ളത്. ഈ പറഞ്ഞതിനർത്ഥം ഒരിക്കലും നമ്മൾ ഒന്നും കാണരുതെന്നൊന്നും അല്ല കേട്ടോ. നല്ലത് എന്താണെന്നും ചീത്ത എന്താണെന്നും മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടാവണം. എപ്പോഴും നമ്മുടെ ലൈഫ് എത്രത്തോളം ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ കുറിച്ച് ആലോചിക്കുക. കഴിഞ്ഞ കൊല്ലത്തെക്കാളും നമ്മുടെ ലൈഫ് ഈ കൊല്ലം എങ്ങനെ നന്നാക്കാം എന്ന് ആലോചിക്കാം നമുക്ക്. അപ്പൊ 2025 നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കാവുന്ന നല്ലൊരു ഹാബിറ്റാണ് രണ്ടാമതായിട്ട് നമ്മൾ പറഞ്ഞത്, കമ്പയർ ഓൺലി വിത്ത് യുവർ സെൽഫ്. മൂന്നാമത്തെ കാര്യം, ലേൺ ടു സേ നോ. നമ്മളിൽ കുറെ ആൾക്കാർക്കുള്ള ഒരു പ്രശ്നമാണ്, നമുക്കൊരു കാര്യം പറ്റില്ല എന്നുണ്ടെങ്കിൽ പറ്റില്ല എന്ന് പറയാനായിട്ടൊരു മടി. നമ്മൾ വിചാരിക്കുന്നത് എന്താണെന്നറിയോ, അയാളോട് ഇപ്പൊ നമ്മള് പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് വിഷമാവും, അപ്പോൾ നമ്മളോട് അവർക്ക് ബുദ്ധിമുട്ടായിട്ട് തോന്നും, നമ്മളോട് അവർക്ക് ദേഷ്യം തോന്നും എന്നൊക്കെ കരുതിയിട്ട് നമ്മളെ കൊണ്ട് കഴിയാത്ത കാര്യങ്ങളും കൂടി നമ്മൾ അങ്ങോട്ട് ഏറ്റെടുക്കും. നമ്മുടെ ലൈഫിനും അതുപോലെ നമ്മുടെ സമയത്തിനും നമ്മളുടെ കയ്യിൽ കൺട്രോൾ വേണമെന്നുണ്ടെങ്കിൽ നോ പറയാൻ ആഗ്രഹിക്കുന്ന സമയങ്ങളിൽ എന്തായാലും നോ പറയുക തന്നെ വേണം. നമുക്ക് ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇപ്പോൾ ഇങ്ങനെ നോ പറയാനുള്ള വിഷമം കൊണ്ട് നമ്മളത് യെസ് പറഞ്ഞ് നമ്മൾ ഏറ്റെടുത്തതിന് ശേഷം പിന്നീട് നമുക്ക് തോന്നും, കാരണം നമ്മൾ ആഗ്രഹിച്ചല്ലല്ലോ നമ്മൾ യെസ് പറഞ്ഞേക്കണത്, മറ്റൊരാൾക്ക് എന്ത് തോന്നുന്നുള്ള വിഷമം കൊണ്ടാണ് നമ്മൾ യെസ് പറഞ്ഞേക്കണത്. പിന്നീട് നമുക്കതൊരു ബേർഡനായിട്ട് തോന്നും. അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നീട് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ തോന്നിക്കൊണ്ടിരിക്കും, പക്ഷെ നമുക്ക് പറ്റില്ല എന്ന് പറയായിരുന്നു, എന്തിനാ ഇപ്പൊ നമ്മളിത് ഏറ്റെടുത്തതെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നോന്ന് തന്നെ പറഞ്ഞേക്കുക, നമ്മുടെ കാര്യങ്ങൾക്ക് കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുക. അപ്പൊ 2025 മൂന്നാമതായിട്ട് നിങ്ങൾ ശീലിക്കേണ്ട ഒരു കാര്യമാണ് ലേൺ ടു സേ നോ. നാലാമത്തെ ശീലം, സറൗണ്ട് യുവർ സെൽഫ് വിത്ത് റൈറ്റ് പീപ്പിൾ. കുഴിമടിയന്മാരായിട്ടുള്ള ആൾക്കാരായിട്ടാണ് നമ്മുടെ കൂട്ടുകെട്ടുന്നുണ്ടെങ്കിൽ നമ്മളും ആ ഒരു വഴിയിൽ തന്നെ പോകും. അതല്ല, കൂടുതൽ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള ആൾക്കാരുമായിട്ടാണ് നമ്മൾ കൂട്ടുകൂടുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ വർക്കിംഗ് സ്റ്റൈല് അല്ലെങ്കിൽ നമ്മുടെ ജീവിതമൊക്കെ അവരുടെ ജീവിതം എങ്ങനെയാണോ അതുമായിട്ട് അതുപോലെ കൊണ്ടുപോകാനായിട്ട് നമ്മൾ അറിയാതെ തന്നെ ശ്രമിക്കും. ഏത് സമയം നോക്കിയാലും നെഗറ്റീവ് പറയും, ഗോസിപ്സ് പറയുകയൊക്കെ ചെയ്യുന്ന ആൾക്കാരുമായിട്ട് നിങ്ങൾ ഒരു 5 ദിവസം കണ്ടിന്യൂസ് സംസാരിച്ച് നോക്ക്. 6ാമത്തെ ദിവസം തൊട്ട് നിങ്ങളും അതുപോലെ തന്നെയായിരിക്കും, അതേ പാത്തി കൂടെ ആയിരിക്കും നിങ്ങളും പോകുന്നത്. നമ്മളും ചിലപ്പോൾ വായ തുറന്നു കഴിഞ്ഞാൽ ഗോസിപ്സോ അല്ലാന്നുണ്ടെങ്കിൽ എന്തെങ്കിലും നെഗറ്റീവ് കാര്യങ്ങളോ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുക. സപ്പോസ് നിങ്ങളുടെ ഫ്രണ്ട്സ് ബുക്ക് വായിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ച് ഡെയിലി സംസാരിക്കുകയാണ്, അവർ പലതരത്തിലുള്ള ബുക്കുകളുടെ കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞു തരുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു ഹാബിറ്റ് ഇല്ലെങ്കിൽ കൂടിയും നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ തുടങ്ങും, എനിക്കും ബുക്ക് വായിച്ചു തുടങ്ങണം, അത് നല്ലൊരു ഹാബിറ്റാണെന്ന് തോന്നുന്നു. അങ്ങനത്തെ ഒരു തോന്നൽ നമ്മുടെ ഉള്ളിൽ നിന്ന് ഉണ്ടാവും, നമ്മളും അറിയാതെ ആ ഹാബിറ്റിലേക്ക് പോവും. അതുപോലെ നമ്മൾ കൺസ്യൂം ചെയ്യുന്ന കാര്യങ്ങൾ, നമ്മൾ ഫോണിലൊക്കെ നമ്മൾ യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്ന കാര്യങ്ങൾ നമ്മൾ കാണാറില്ലേ? ചില ആൾക്കാരുടെ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അവരോടൊരു ഇഷ്ടം തോന്നും, അവർ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാനായിട്ട് അവരിൽ നിന്ന് ഇൻസ്പിറേഷൻ ഉൾക്കൊള്ളാനായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഒരു കാര്യം ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പോസിബിൾ ആയിക്കൊള്ളണം എന്നില്ല. ചിലപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെ ഒഴിവാക്കാനും അവരിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനൊന്നും നമുക്ക് പറ്റിയെന്ന് വരില്ല. അപ്പൊ നമുക്ക് അറ്റ്ലീസ്റ്റ് ചെയ്യാവുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത്തരത്തിലുള്ള ആൾക്കാരുടെ നമുക്ക് സ്വയം ഫീൽ ചെയ്യാണ് അവര് ശരിയല്ല അല്ലെങ്കിൽ അവരുടെ അഡ്വൈസസ് ശരിയല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ അറ്റ്ലീസ്റ്റ് അവരുടെ അഡ്വൈസസ് നമ്മൾ കേൾക്കാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രദ്ധിക്കാം. നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോള് എപ്പോഴും നിങ്ങളുടെ കയ്യിലായിരിക്കണം. മറ്റൊരാളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ, അതായത് നമ്മുടെ ജീവിത ലക്ഷ്യങ്ങൾക്ക് യാതൊരു കോട്ടവും സംഭവിക്കരുതെന്ന് നമ്മളെപ്പോഴും ഉറപ്പുവരുത്താനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ 2025 നിങ്ങളുടെ ഫ്രണ്ട് സർക്കിള് നിങ്ങളൊന്ന് ഒബ്സർവ് ചെയ്യുക. നിങ്ങൾ ആരൊക്കെ ആയിട്ടാണ് കൂടുതൽ അടുക്കുന്നതെന്ന് നോക്കുക. അവരുടെ ഹാബിറ്റ്സ് നല്ല ഹാബിറ്റ്സ് ആണോ എന്ന് ശ്രദ്ധിക്കുക. നമ്മളും അതുപോലെ തന്നെ റൈറ്റ് പീപ്പിളുമായിട്ട് കൂടുതൽ സറൗണ്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അഞ്ചാമത്തെ ശീലം നമ്മുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്ന ഒരു കാര്യം കേട്ടോ. സ്റ്റോപ്പ് ഗൂഗിളിങ് എവ്രിതിങ്. ഞാൻ പേഴ്സണലി ചെയ്യാറുള്ള ഒരു കാര്യമാണ്, എപ്പോൾ നോക്കിയാലും എന്ത് കാര്യം ഉണ്ടെങ്കിലും പെട്ടെന്ന് നമുക്കൊരു ഗൂഗിൾ ചെയ്ത് നോക്കാനുള്ള ഒരു ആകാംക്ഷ. ഒരു എക്സാമ്പിൾ പറയാം, നമുക്ക് എന്തെങ്കിലും ചെറുതായിട്ടൊരു ഹെൽത്ത് ഇഷ്യൂ ഉണ്ടാകുമ്പോഴത്തേക്കും നമ്മൾ ഉടനെ തന്നെ ഗൂഗിളിൽ പോയിട്ട് ഗൂഗിൾ ചെയ്ത് നോക്കും, ഇതെന്താ സംഭവം എന്നറിയാനായിട്ട്. എന്നാൽ ഗൂഗിള് പറഞ്ഞു തരുന്ന കാര്യങ്ങൾ കേട്ടാലോ, പലതരത്തിലുള്ള കാരണങ്ങളാവാം എന്നാണ് ഗൂഗിളിൽ കൊടുക്കുക. ഇതിൽ ഏറ്റവും മാരകമായിട്ടുള്ള
കാര്യമായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് കൂടുതലായിട്ട് കയറുന്നത്. ഇതിൻ്റെ പേരിൽ നമുക്ക് കൂടുതൽ ടെൻഷനാവും, വിഷമങ്ങളാവും. ഇങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് കൊണ്ട് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും കേട്ടോ. ഇപ്പോൾ ഓൾറെഡി ചില ആളുകൾക്ക് ഭയങ്കര ടെൻഷനുള്ള ആളുകളായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഡോക്ടർമാരിരുന്നിട്ട് പല ഇഷ്യൂസിനെ പറ്റിയിട്ട് അവർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് സ്വയം തോന്നി തുടങ്ങും, നമുക്ക് ഇതുപോലെ ഉണ്ടോ, നമുക്ക് അതുകൊണ്ട് തന്നെ അതിൽ ഏതെങ്കിലും ഒരു സിംറ്റം നമുക്ക് കാണുമ്പോഴത്തേക്കും നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കും. ഈ ഗൂഗിൾ ചെയ്ത് നോക്കുമ്പോൾ എന്താ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഗൂഗിൾ തന്നെ നമ്മളെ ലീഡ് ചെയ്ത് കൊണ്ടുപോകും. നമ്മൾ വായിച്ച് ഒരു സൈറ്റിൽ നിന്ന് മറ്റൊരു സൈറ്റിലേക്ക് പോവും. ഓൾറെഡി ഹെൽത്ത് പ്രോബ്ലംസിനെ കുറിച്ചിട്ട് ആൻസൈറ്റി ഉള്ള ഒരാളാണ് നമ്മൾ. അപ്പോൾ ഇത്രയും ആൻസൈറ്റി ഉള്ള ഒരാൾ വീണ്ടും 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 ഇങ്ങനെ പ്രോബ്ലംസ് ആണല്ലോ എന്നോർത്തിട്ട് നമുക്ക് കൂടുതൽ ടെൻഷൻ ഉണ്ടാക്കും. ഇങ്ങനെ നമ്മൾ എല്ലാത്തിനും ഗൂഗിൾ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും ഗൂഗിൾ ചെയ്ത് നോക്കി നമ്മൾ പല കാര്യങ്ങളും നിശ്ചയിക്കുന്നതിന് മുമ്പായിട്ട്, ഇപ്പൊ ഹെൽത്ത് ഇഷ്യൂസിന്റെ കാര്യമാണ് മെയിൻ ആയിട്ട് ഞാൻ പറയുന്നത്, സ്വയം നമ്മൾ ഇതുപോലത്തെ കൺക്ലൂഷൻസിൽ എത്തുന്നതിനേക്കാളും നല്ലത് ഒരു ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ടിട്ട് അവിടെ നിന്നുള്ള അഡ്വൈസ് എടുക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. അതായിരിക്കും ഏറ്റവും ആക്യുറേറ്റ് ആയിട്ടുള്ള ഡേറ്റ നമുക്ക് കിട്ടുന്നത്. എല്ലാ കാര്യങ്ങൾക്കും ഇതുപോലെ ഗൂഗിൾ ചെയ്ത് നോക്കുന്നത് നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട്, ആ ഒരു ശീലത്തെ മാറ്റാനായിട്ട് ഇനി എന്തൊക്കെ ശ്രദ്ധിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് ഈ മോട്ടിവേഷൻ എവിടെ നിന്ന് കിട്ടുന്നു എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാവണത് ഇങ്ങനെ ഗൂഗിൾ ചെയ്ത് നോക്കാനായിട്ടെന്നുള്ളത് ആദ്യം തന്നെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് സ്റ്റോപ്പ് ചെയ്യാം. രണ്ടാമത്തെ കാര്യം, നമ്മളൊരു സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം വെക്കുക. ഇപ്പൊ കുറച്ച് സമയത്തേക്ക് ഞാൻ ഗൂഗിൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കുക. നമുക്ക് പെട്ടെന്ന് തോന്നൂലോ ഇതെന്താണെന്ന് അറിയണം, പെട്ടെന്ന് തന്നെ നമുക്ക് അറിയണം എന്ന് തോന്നുന്ന സമയത്ത് എന്തായാലും കുറച്ച് സമയത്തേക്ക് ഒരു 2 മണിക്കൂർ ആദ്യം ചെറുതായിട്ട് തുടങ്ങാം. ആദ്യം ഒരു 2 മണിക്കൂർ സമയത്തേക്ക് നമ്മൾ ഗൂഗിൾ ചെയ്യുന്നില്ല എന്ന് നമ്മൾ തന്നെ തീരുമാനിക്കാം. അത് പിന്നെ എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുവരാം. ഇപ്പോൾ 5 മണിക്കൂർ, ഒരു ദിവസം, 2 ദിവസം, അതുപോലെ നമ്മൾ കുറേശ്ശെ ഗ്രാജുവലായിട്ട് ആ ഒരു നമ്മൾ കുറച്ച് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കണം. അപ്പൊ ഈ 2 വിദ്യകൾ കൊണ്ട് നമുക്ക് നമ്മുടെ ഈ ഗൂഗിളിങ് ഈ ഒരു ഹാബിറ്റ് നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ 5ാമതായിട്ട് 2025 നിങ്ങൾ നിർത്തേണ്ട ഒരു ശീലം, സ്റ്റോപ്പ് ഗൂഗിളിങ് എവ്രിതിങ്. ഒരുപാട് പ്രതീക്ഷകളോടുകൂടി കാത്തിരിക്കുന്ന 2025 കൂടുതൽ മനോഹരമാക്കാനായിട്ട് ഞാൻ ഈ പറഞ്ഞ 5 ശീലങ്ങൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. കൂടുതൽ വീഡിയോസ് കാണാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് ലേഡീസ് നോട്ട് പാഡിൻ്റെ പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം.